ഹായ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിം എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോ വാൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ കാണുന്ന സ്റ്റെയർ കയറി വരുന്ന ഫസ്റ്റത്തെ ഒരു ലാൻഡിങ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്ത് നമ്മൾ ചെറിയൊരു ഫോട്ടോ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ഫോട്ടോ ഫ്രെയിം എല്ലാം മേടിച്ചിട്ടുള്ളത് കിഴക്കമ്പലത്തിൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ്, നമ്മുടെ വർഗീസേട്ടൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയായിരുന്നു സംഭവങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം കിട്ടിയിരുന്നു. ഈ ഫ്രെയിംസിന്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. ഈ ഫോട്ടോസ് പിടിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിന്റെ വീതിയും നീളവും എടുത്തു. അതായത് ടോട്ടലി സ്റ്റെയറിന്റെ എത്രയാണെന്നുള്ളത് എടുത്തിട്ട് അതിൽ നിന്ന് എനിക്ക് എത്രയാണ് വേണ്ടതെന്നുള്ള ഒരു മെഷർമെന്റിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ വാൾ, അതായത് ആ ഒരു ഏരിയയുടെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 4 അടിയാണ്. അതായത് 4 അടി വീതി 4 അടി ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ ടൈല് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 2 ടൈൽ എന്ന് പറയുന്നത് 4 അടി 4x4 അങ്ങനെ വരുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ഫോട്ടോസ്, നമ്മുടെ എല്ലാ ഫോട്ടോസും എടുത്തിട്ട് നമ്മളിത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുവാണ് എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ. പല പല അളവിലുള്ള ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് മാച്ച് ചെയ്ത് ഈ ഒരു ലേ ഔട്ടിലേക്ക് എത്തിക്കുക, ഈ ഒരു മെഷർമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമ്മൾ പറഞ്ഞതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസിലാണ് നമുക്ക് ഈ ലേ ഔട്ട് സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വീതിയും നീളവും ഞാനൊന്ന് അളവെടുത്ത് വെക്കുന്നുണ്ട്. ഐഷു ബേബിയുടെ 2nd ബർത്ത്ഡേയുടെ തലേന്നാണ് കേട്ടോ നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നമ്മൾ തൊട്ട് മുമ്പ് സെറ്റ് ചെയ്ത ലേഔട്ടിന് ചെറിയൊരു പണി കിട്ടി കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു കൂടി നമ്മുടെ ഇലക്ട്രിക് ലൈൻസ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലേഔട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്, പുതിയൊരു ലേഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ പൈപ്പ് കൊള്ളാത്ത രീതിയിൽ നമുക്ക് ഡ്രിൽ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ പുതിയ ലേഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ലേഔട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് വെക്കാൻ ഓർത്തിരിക്കണേ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ അരികുകളിൽ, അതായത് ആ ഔട്ടർ ലൈനിലുള്ള ആ ഫോട്ടോസാണ്. അതിൽ തന്നെയും ഏറ്റവും ആദ്യം പിടിപ്പിക്കുന്നത് ആ ഒരു നമ്മുടെ ലൈൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇലക്ട്രിക് ലൈൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷർമെന്റ് എടുത്തിട്ട് അതിൽ കൊള്ളാത്ത രീതിയിൽ ആ ഒരു ഫ്രെയിമാണ് ഫസ്റ്റ് പിടിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ സൈഡിലെയും പുറമേ ഉള്ള ആ ഒരു ഔട്ടർ ലൈനിലുള്ള ഫോട്ടോസാണ് ആദ്യം പിടിപ്പിച്ചത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വാൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇത് ഐഷു ബേബിയുടെ ബർത്ത്ഡേയുടെ തലേദിവസമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നാളായിട്ട് ഐഷുബേബിയുടെ 2nd ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത്രയും നാളായിട്ടും നമ്മുടെ വീട്ടിൽ ഐഷു ബേബിയുടെ ഫോട്ടോസ് ഒന്നും ഇതുപോലെ വെച്ചിട്ടില്ല. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സർപ്രൈസ് കൊടുത്തതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. 7x5 9x6 പിന്നെ 12x8 ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ മേടിച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിമിൻ്റെ സൈസുകൾ വരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ മേടിച്ചിട്ടുള്ളത് 6 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. മൊത്തം 18 എണ്ണമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഈ ഫ്രെയിമിന്റെ റേറ്റ് വരുന്നത് 7x5 180 രൂപയും അതുപോലെ തന്നെ 9x6 190 രൂപയും പിന്നെ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സൈസ് ഉണ്ട് 12x8 അതിന് വരുന്നത് 220 രൂപയാണ്. അപ്പോൾ ഫ്രെയിം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് നമ്മുടെ പ്രിന്റ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് ആഡ് ചെയ്യുന്നില്ല. ഈ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ലാമിനേറ്റഡ് ഒരു മാറ്റ് ഫിനിഷ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഗ്ലാസിന്റെ ആവശ്യം നമുക്ക് ഉള്ളതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതില്ലാണ്ടുള്ള റേറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1100 രൂപ അടുത്തായിട്ടുണ്ട് മൊത്തം ഈ പ്രിന്റിന് എല്ലാം കൂടി ചേർത്തിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.